2026 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? 2024 ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് കണക്ക് തീർക്കാൻ കാത്തിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച കരീബിയൻ ക്രിക്കറ്റിന്റെ വന്യതയായി ഒരു കൂട്ടം കരുത്തന്മാരുടെ വെസ്റ്റ് ഇന്ത്യൻ പട. മൈറ്റി ഓസ്ട്രേലിയയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും തറച്ച പോരാട്ടവീര്യവുമായി സിംബാബ്വെ. സൂപ്പർ 8-ൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് 8-ന്റെ പണി തന്നെയാണ്. ഇതുവരെ ഇന്ത്യ കളിച്ചതൊക്കെ സെക്കൻഡ് ക്ലാസ് നിലവാരമുള്ള ടീമുകളോടാണ്. അതും ഏതെങ്കിലും ഒന്നോ രണ്ടോ കളിക്കാരുടെ മികവിൽ മാത്രം ഓരോ കളിയും കടന്നുകൂടുകയായിരുന്നു. ഈ കുഞ്ഞൻ ടീമുകൾക്കെതിരെ ആധികാരിക വിജയമെന്ന് എടുത്തു പറയാൻ പാകിസ്ഥാനോടുള്ള വിജയം മാത്രമേ ഇന്ത്യക്കുള്ളൂ. ഈ കളി മതിയാകുമോ ഇന്ത്യക്ക് കപ്പുയർത്താൻ? എന്താണ് ഇന്ത്യൻ ടീമിന് സംഭവിച്ചിരിക്കുന്നത്? ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് സാക്ഷാൽ ധോനി പോലും പുകഴ്ത്തി പറഞ്ഞ ടീം ഇന്ത്യ ലോകകപ്പിലെത്തിയപ്പോൾ കളി മറന്ന അവസ്ഥ. വൻ പ്രതീക്ഷ ഉയർത്തിയ അഭിഷേക് ശർമ്മയ്ക്ക് ഇതുവരെ സ്വന്തം അക്കൗണ്ട് പോലും തുറക്കാൻ സാധിച്ചു. കളിച്ച 3 കളിയിലും 0-ന് പുറത്ത്. ആദ്യ കളിയിൽ തന്നെ ആദ്യ പന്തിൽ പുറത്തായപ്പോൾ രണ്ടാമത്തെ കളിയിൽ 4 പന്തിലും മൂന്നാമത്തെ കളിയിൽ 3-ാമത്തെ പന്തിലും അഭിഷേക് ശർമ്മ പുറത്തായി. 3-ാമത്തെ കളിയിൽ ആകെ ആത്മവിശ്വാസമില്ലാത്ത അഭിഷേക് ശർമ്മ ജെഴ്സി മാറ്റി ഭാഗ്യപരീക്ഷണം വരെ നടത്തി നോക്കി. പക്ഷേ റിസൾട്ടിൽ മാറ്റമൊന്നും ഉണ്ടാക്കാനായില്ല. വീണ്ടും 0-ന് പുറത്ത്. പക്ഷേ അഭിഷേക് ശർമ്മയുടെ ഈ ഫോം ഔട്ട് ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണെന്ന് നമുക്ക് കരുതാം. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ഇന്ത്യ മുന്നോട്ട് പോയ സ്ഥിതിക്ക് അഭിഷേക് തിരിച്ചുവരവ് നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതിന് തക്ക പ്രതിഭയുള്ള താരവുമാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു വലിയ മറ്റൊരു പ്രശ്നമുണ്ട്. ചാമ്പ്യന്മാരുടെ ലോകകപ്പ് സ്വപ്നത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നം. അത് സൂര്യകുമാർ യാദവിന്റെയും തിലക് വർമ്മയുടെയും ഇഴച്ചിലാണ്. ആങ്കറിംഗ് എന്ന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്ന ഈ തുഴച്ചിലിൽ ഓരോ ബോളിലും ഓരോ റൺസ് എന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ബിഗ് ഷോട്ടുകൾ കളിക്കാൻ മുതിരാതെ ഓപ്പണർ ഇഷാന്ത് ശർമ്മ നൽകിയ വൻ തുടക്കങ്ങൾ നല്ല സ്കോറിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കാത്തത് കഴിഞ്ഞ 3 മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ്. കുഞ്ഞൻ ടീമുകൾക്കെതിരെയാണ് ഈ അവസ്ഥയിലൂടെ ഇവർ ഇരുവരും കടന്നു പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. നെതർലൻഡിനെതിരെയുള്ള മാച്ചിൽ ഒരേ സമയം ക്രീസിലുണ്ടായിരുന്ന ഇരുവരും ഇന്നിംഗ്സ് നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഭിഷേക് ശർമ്മ പുറത്തായതോടെ 1-ാമത്തെ ഓവറിൽ തന്നെ തിലക് വർമ്മ ക്രീസിൽ വരുന്നു. ഔട്ടാകുന്നത് 9-ാമത്തെ ഓവറിലാണ്. 5-ാമത്തെ ഓവറിൽ ഇഷാന്ത് കിഷൻ പുറത്തായതോടെ സൂര്യയും ക്രീസിൽ വരുന്നു. തിലക് വർമ്മ 27 ബോളിൽ നിന്നും 31 റൺസ് എന്ന ആങ്കറിംഗ് ഇന്നിംഗ്സ് കളിച്ചപ്പോൾ സൂര്യ 28 ബോളിൽ 34 എന്ന ആങ്കറിംഗ് ഇന്നിംഗ്സും കളിക്കുന്നു. ആങ്കറിംഗ് എന്നതിന്റെ അർത്ഥം പോലും ഇരുവർക്കും അറിയാത്തതുപോലെയാണ് അവർ ഇരുവരും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 8-ാമത്തെ വിക്കറ്റ് വരെ ബാറ്റിംഗ് നിരയുള്ള ടീമിലാണ് അവർ ഈ പ്രകടനം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നെതർലൻഡിനെതിരെ ഇരുവരും നേരിട്ടത് 57 പന്തുകളാണ്. അതായത് ഏകദേശം 10 ഓവറുകൾ അവർ നേരിട്ടു. ഈ 10 ഓവറിൽ അവർ നേടിയത് വെറും 65 റൺസ് മാത്രമാണ്. മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇന്നിംഗ്സിനെ എങ്ങനെ പിന്നോട്ടടിക്കാം എന്ന് ഇരുവരും കാണിച്ചത്. ഇനി നേരിടേണ്ടത് സൗത്ത് ആഫ്രിക്കയെയും വെസ്റ്റ് ഇൻഡീസിനെയും പോലെയുള്ള ശക്തമായ ടീമുകളെയാണ്. അവിടെയും ഇരുവരും മധ്യ ഓവറുകളിൽ ഈ ഇഴച്ചിൽ തുടർന്നാൽ അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. സൂര്യയുടെയും തിലക് വർമ്മയുടെയും ഈ ഇഴച്ചിൽ കൂടുതൽ പ്രഷറിലെത്തിക്കുന്നത് പിന്നീട് ക്രീസിലെത്തുന്ന പാണ്ഡ്യയെയും ശിവം ദുബെയെയുമാണ്. പക്ഷേ ഇതുവരെ അവർ ഈ സിറ്റുവേഷൻ നല്ലതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അധികം പരിക്കേൽപ്പിക്കാതെ ഇന്ത്യയെ ഗ്രൂപ്പ് ഘട്ടം കടത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു എക്സ് ഫാക്ടറായി മാറിയിരിക്കുന്നത് ശിവം ദുബെയാണ്. എതിരാളികൾക്ക് ഒരു സൈലന്റ് കില്ലറാണ് ദുബെ. ഒരു ഓവറിൽ തന്നെ അയാൾ കളി കൈപ്പിടിയിലൊതുക്കും. പവർ ഹിറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ആയുധം. ആരും പുകഴ്ത്തി പറയാനില്ല, ആരുടെയും പ്രിയ ശിഷ്യനുമല്ല. സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കാൻ ഫാൻ ബേസും ഇല്ല. ടീമിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ഒരു കളിക്കാരൻ. മുന്നോട്ടുള്ള യാത്രയിൽ ദുബെ ഒരു പ്രതീക്ഷ തന്നെയാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയെ പറ്റിയാണ്. മധ്യ ഓവറുകളിൽ സൂര്യയും തിലകും ചേർന്ന് തുലച്ചു കളയുന്ന റൺ റേറ്റ് ഉയർത്തുക എന്ന ഭാരം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഹാർദിക് പാണ്ഡ്യ ക്രീസിലെത്തുന്നത്. പലപ്പോഴും കൂറ്റിനടിക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം പുറത്താകുന്നത് പോലും. ബൌളിംഗ് സൈഡിൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ 2 ബൌളർ മാത്രമേ ഇന്ത്യക്കുള്ളൂ. അത് ബൂംറയും വരുൺ ചക്രവർത്തിയുമാണ്. വിക്കറ്റുകൾ നേടാൻ കഴിയുന്നില്ല എങ്കിലും ഇപ്പോഴും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ വളരെ പിശുക്ക് കാണിക്കുന്ന കളിക്കാരൻ തന്നെയാണ് ബൂംറ. ഇന്ത്യൻ T20 ക്രിക്കറ്റിന്റെ ചരിത്രം നോക്കിയാൽ വരുൺ ചക്രവർത്തിയെ പോലെ സ്ഥിരതയുള്ള ഒരു സ്പിന്നറെ നമുക്ക് കാണാനേ സാധിക്കുകയില്ല. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ അല്ലായിരുന്നുവെങ്കിൽ ഈ ടൂർണമെന്റിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായി മാറുമായിരുന്നു. പാകിസ്ഥാനെതിരെ ഒഴിച്ച് മറ്റൊരു മാച്ചിലും തന്റെ 4 ഓവർ കോട്ട പൂർത്തിയാക്കാൻ വരുണിനെ സൂര്യകുമാർ അനുവദിച്ചിട്ടില്ല. അയാൾ ബോൾ എടുത്താൽ വിക്കറ്റ് ഉറപ്പാണെന്ന് ഓരോ ആരാധകർക്കും ഇപ്പോൾ വിശ്വാസമുണ്ട്. മിഡിൽ ഓവറുകളിൽ റൺസ് ഒഴുകുന്നത് പിടിച്ചു നിർത്താനും വരുണിന് സാധിക്കുന്നു. അയാൾ അധികം സംസാരിക്കാറില്ല, ആഘോഷിക്കാറില്ല. സൈലന്റായി വന്ന് വിക്കറ്റ് എടുത്ത് സൈലന്റായി കടന്നുപോകും. ലെഗ് ബ്രേക്ക്, ഓഫ് ബ്രേക്ക്, ഗൂഗ്ലി, ക്യാരം ബോൾ, ഇതിലേതാണ് അയാൾ പ്രയോഗിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇന്നും ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല. സ്റ്റംപ് എറിഞ്ഞ് തെറിപ്പിക്കുന്നത് ഒരു കുട്ടിക്കളിയായി മാറിയിട്ടുണ്ട് വരുൺ ചക്രവർത്തി. നെതർലൻഡിനെതിരെ അവസാനം ഇന്ത്യ കളിച്ച കളിയിൽ
കളി ജയിച്ചുവെങ്കിലും അവർ ഇന്ത്യക്ക് ഒരു സന്ദേശം കൊടുത്തിട്ട് തന്നെയാണ് തോറ്റത്. ഇന്ത്യ നല്ലൊരു ടീമാണ്, പക്ഷേ ഒരിക്കലും ഒരു ബെസ്റ്റ് ടീമല്ല. ഇതായിരുന്നു അവർ തന്ന സന്ദേശം. 193 റൺസ് നേടിയിട്ടും നെതർലൻഡ്സിനെതിരെ ഇന്ത്യക്ക് ജയിക്കാനായത് വെറും 17 റൺസിനാണ്. സൂപ്പർ 8-ൽ ഇന്ത്യ കുറവുകൾ നികത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ 2007-ൽ ലോകകപ്പ് കളിക്കാൻ പോയ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ODI നിര തകർന്നതുപോലെ T20 ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമിനും തല കുനിച്ച് മടങ്ങേണ്ടി വരും.